നമസ്കാരം. അപ്പോൾ ഇന്നും ഒരു പാട്ടായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏത് പാട്ടാണെന്ന് പാടാൻ വിചാരിക്കുന്നത് നാടൻ പെണ്ണ് എന്ന ചിത്രത്തിൽ വയലാർ ദേവരഞ്ജൻ ടീമിൻ്റെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്ന് പണ്ടത്തെ പാട്ടുകൾ തന്നെയാണ്. ആ ടീമിൻ്റെ കഴിഞ്ഞിട്ടാവാം ഇനി അടുത്ത സംഗീത സംവിധായകരെത്തി. അപ്പോൾ വയലാർ ദേവരാജൻ ടീമിൻ്റെ തന്നെ ഹിമവാഹിനി ഹൃദയഹാരിണി ദാസേട്ടൻ്റെ തന്നെ. പിന്നെ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി യേശുദാസിന്റെ പാട്ട് പാടുമ്പോൾ അതേപോലെ പാടും, ജയേട്ടന്റെ പാട്ട് പാടുമ്പോഴേക്ക് തോന്നും ജയേട്ടന്റെ പോലെയാ പാടുന്നതെന്ന്. പിന്നെ ഇപ്പൊ വേണുഗോപാലിന്റെ ആണെങ്കിൽ അപ്പൊ വേറൊരു ശബ്ദം വരും. ഏത് പാട്ടാണെങ്കിലും ആവാറുണ്ട് സാധാരണ പഴയ പാട്ടുകാരുടെ കേട്ടോ. യേശുദാസിന്റെ ശബ്ദത്തിന്റെ എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. സുരേഷ് കുമാറിന്റെ ശബ്ദത്തില് പാടും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ഹിമവാഹിനി ഹൃദയഹാരിണി നിനക്കോ എൻ്റെ പ്രിയമുള്ളവൾക്കോ മാദക സൗന്ദര്യം. ഓ ഹിമവാഹിനി ഹൃദയഹാരിണി നിനക്കോ എൻ്റെ പ്രിയമുള്ളവൾക്കോ മാദക സൗന്ദര്യം. ഓ ഹിമവാഹിനി ഹൃദയഹാരിണി. നീലക്കടമ്പിൻ പൂക്കൾ ചൂടി നിലാവ് പോലവൾ വന്നു, അരികിൽ വന്നു. ഈ നുണക്കുഴികൾ പൂന്തേച്ചൊടികൾ നാണം കൊണ്ട് ചുവന്നു, മെല്ലെ ചുവന്നു. ഈ നുണക്കുഴികൾ പൂന്തേച്ചൊടികൾ നാണം കൊണ്ട് ചുവന്നു, മെല്ലെ ചുവന്നു. ഹിമവാഹിനി ഹൃദയഹാരിണി നിനക്കോ എൻ്റെ പ്രിയമുള്ളവൾക്കോ മാദക സൗന്ദര്യം. ഓ ഹിമവാഹിനി ഹൃദയഹാരിണി. ഒരുപാട് നാളായി ഈ പാട്ടൊക്കെ പാടിയിട്ട്. ഇന്ന്